നിലമ്പൂരിൽ ഷൗക്കത്ത് ജയിച്ചിരിക്കുന്നു. നിലമ്പൂരിന്റെ സുൽത്താനായി ഇനി ആര്യാടൻ ഷൗക്കത്താണ് അറിയപ്പെടുക എന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ. അതാണ് സത്യവും. PV അൻവറിനും സ്വരാജിനും അവർ വിചാരിച്ച അല്ലെങ്കിൽ അവർ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എങ്ങനെ വിലയിരുത്താം സാർ നിലമ്പൂരിന്റെ പുതിയ തെരഞ്ഞെടുപ്പിനെ, അതിന്റെ വിജയത്തെ? ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ ഒരു വിധിയെഴുത്ത് എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ വിധിയെഴുത്തായിട്ട് വേണം അതിനെ എടുക്കേണ്ടത്. കാരണം മാധ്യമങ്ങളോ രാഷ്ട്രീയ കക്ഷികളോ ആഗ്രഹിക്കുന്നത് പോലെ ജനം ട്വിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വിങ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകളല്ല. ഇതിനെ വളരെ രാഷ്ട്രീയമായിട്ട് കണ്ടതാണ്. കാരണം അവിടെ ലഭിച്ച വോട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ജയപ്രകാശിന് ലഭിച്ച അത്രയും തന്നെ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചിട്ടുണ്ട്. 20,000 വോട്ട്, 20,000-നടുത്ത് വോട്ടാണ് അൻവർ പിടിച്ചിട്ടുള്ളത്. അതും സ്വരാജിന് ലഭിച്ച വോട്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ അൻവറിൻ്റെ വോട്ട് നിലയിലേക്ക് എത്തും. അപ്പം ഇതൊരു വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ബാധിച്ചില്ല. വോട്ടില്ലെങ്കിലും തങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിലെ ജനം വോട്ട് ചെയ്യും എന്ന് വിചാരിച്ച ദിനോസർ കാലത്തെ കുറേ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ഒക്കെ ആഗ്രഹിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. അൻവറിൻ്റെ ഒരു വോട്ടോ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു വോട്ടോ ഇത്തരം നിർജീവ കക്ഷികൾക്ക് പിടിച്ചു മാറ്റി സ്വരാജിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം 4 വർഷം മുമ്പ് രാജേഷിന് മിനിസ്റ്റർ രാജേഷിൻ്റെ മണ്ഡലത്തിൽ ഇവർ പോയി പ്രസംഗിക്കുകയും വോട്ട് സ്വാധീനിക്കുകയൊക്കെ ചെയ്തതാണ്. അവിടെ നിന്ന് കഷ്ടി 100 കിലോമീറ്റർ ഇപ്പുറത്തുള്ള മണ്ഡലമാണ് നിലമ്പൂര്. അവിടെ പക്ഷെ അന്നത്തെ ആ പണി ഇന്നേശിയില്ല എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് ജനം 4 വർഷം കൊണ്ട് ഇപ്പറയുന്ന സാഹിത്യ സാംസ്കാരിക ജീവികളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അതെന്ന് പറയുന്നത് കേരളത്തിൽ മതസംഘടനകളുടെ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ സംഘടനകൾക്കോ പ്രത്യേകിച്ച് സ്വാധീനമൊന്നും വോട്ടർമാരിൽ ചെലുത്താൻ പറ്റില്ല. കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് അവരവകാശപ്പെട്ടു. അതിനെ LDF പരിഹസിക്കുകയും ഒപ്പം തന്നെ PDP വിളിച്ചുകൊണ്ട് വരികയും അല്ലെങ്കിൽ PDPയുടെ പിന്തുണ ലഭിച്ചതായിട്ട് മാധ്യമങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തു. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയോ PDPയുടെയോ സ്വാധീനം ആ മണ്ഡലത്തിലെ വോട്ടിംഗ് നിലയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയതായിട്ട് കാണുന്നില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ പക്വമായ ഒരു രാഷ്ട്രീയ വോട്ടിംഗ് തലത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഉയരാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന 62 ലക്ഷം ആളുകൾക്ക് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അതിനെ കോൺഗ്രസ് പരിഹസിക്കുകയും LDF വളരെ വികാരഭരിതമായിട്ട് അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ആ വിഷയവും കാര്യമായിട്ട് എന്തെങ്കിലും ചലനം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം അത് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 62 ലക്ഷം ക്ഷേമ പെൻഷൻകാരും പിന്നെ വികസന മുദ്രാവാക്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ പ്രബുദ്ധരായ മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ ആഢ്യത്വമുള്ള ഒരു ജന്മിത്വ സ്വഭാവമുള്ള മണ്ഡലത്തിലെ
വോട്ടർമാർ അത് ചെയ്തതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ പറയുന്ന അപ്പൊ ഇതുപോലെയുള്ള ഗിമിക്കുകൾ തുടർന്നുള്ള ഇലക്ഷനുകളെ സ്വാധീനിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പഠനമാണ് നിലമ്പൂർ കൊണ്ട് ഇരു മുന്നണികളും നടത്തുന്നത് എന്ന് ഞാൻ നേരത്തെ ഒരു ഇതില് ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു ദിശാബോധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് മുന്നണികൾക്കും ധൈര്യപൂർവം അവരുടെ റിലീജിയസ് പാർട്ണർമാരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ തള്ളിക്കളയാൻ പറ്റും. എന്നിട്ട് നേരാൻ വണ്ണം പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ മത്സരം നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് എത്തും. 2026 നമ്മൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷിക്കുന്നു. ആ സമയത്തേക്ക് ഈ മത കക്ഷികളുടെ കോലാഹലങ്ങൾ ആ ഇലക്ഷനെ ബാധിക്കാതിരിക്കട്ടെ, അതിലേക്കുള്ള ഒരു ദീപശിഖയാണ് നിലമ്പൂർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇവിടെ സാർ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും വലിയൊരു ദീപശിഖ മുന്നോട്ട് വെച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നിലമ്പൂരിൽ ഇവർ 3 പേരും നൽകിയ ചില വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. നിലമ്പൂർ ഇലക്ഷൻ തന്നെ ഒരു ആവശ്യമായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ആലോചിച്ച് അതിപ്പോൾ എന്നാവും നമ്മൾ പറഞ്ഞു തുടങ്ങുക. അങ്ങനെ പി.വി. അൻവറിന്റെ ചില പിടിവാശികൾ അല്ലെങ്കിൽ അദ്ദേഹം ഇടയ്ക്ക് കളിച്ച അദ്ദേഹത്തിൻ്റെതായ പൊളിട്രിക്സുകൾ കൊണ്ട് മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം CPM-ഓ അല്ലെങ്കിൽ പി.വി. അൻവറോ, അൻവറിസമോ, സ്വരാജിന്റെ ഒരു ഇമ്പാക്റ്റോ അവിടെ ഇല്ലാതെ ഷൗക്കത്തിന് വിജയിക്കാൻ സാധിച്ചത്? അതിലൊരു പക്ഷേ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന കേരളത്തിലുടനീളമുള്ള നേതാക്കളൊക്കെ അവിടെ ഒരു പര്യടനം നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി അല്ലെങ്കിൽ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നയിക്കണം എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ് നിലമ്പൂരിൽ UDF നടത്തി എന്നൊക്കെ നമുക്ക് കരുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അത് ഈ നിലമ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം അടിസ്ഥാനപരമായിട്ടൊരു കോൺഗ്രസ് മണ്ഡലമാണ്. അതൊരു LDF മണ്ഡലമല്ല. കുഞ്ഞാലിക്ക് ശേഷം ആദ്യമായിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാൾ മത്സരിക്കുന്നത്. ആ ആളിന് ആ സ്ഥാനാർത്ഥിക്ക് സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകളാണ് ഇപ്രാവശ്യം സമാഹരിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ട വോട്ടുകൾ ഉന്നം വെച്ചപ്പോൾ അത് മതപാർട്ടികളുടെ വോട്ടുകളും പിന്നെ മറ്റ് പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും ഒരു വിഭാഗം വോട്ടുകൾ LDF-ലേക്ക് വന്നെങ്കിൽ മാത്രമേ LDF-ന് നിലമ്പൂരിൽ ജയിക്കാൻ പറ്റൂ. ഈ ഘട്ടം BJP അവരുടെ 8000 വോട്ട്, അവരുടെ സ്റ്റാൻഡേർഡ് വോട്ട് അവർ പിടിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ തമാശ. പിന്നെ SDPയെ സംബന്ധിച്ചോളം 2000-നടുത്ത് വോട്ടേ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു തരത്തിലുള്ള തീവ്രവാദത്തിനും സാധ്യതയില്ല എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അടിസ്ഥാനപരമായിട്ടിത്. എന്ന് കരുതി 20,000 വോട്ടിന്റെ ഡിഫറൻസ് അത് അൻവർ കൊണ്ടുവന്ന വോട്ട് അൻവർ തിരിച്ചു കൊണ്ടുപോയി എന്നെടുത്താൽ മതി. തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ജനാധിപത്യത്തിലെ ഇത്തരം സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനാധിപത്യത്തിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നതും. ഇപ്പോൾ അൻവറിന് മുഖ്യമന്ത്രിയോട് കലഹിച്ച് പുറത്തു പോകണം എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ സ്ഥാനം രാജിവെച്ചിട്ട് ഇലക്ഷൻ നേരിടാൻ ഉള്ള ഒരു സംവിധാനം നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ ജനാധിപത്യ സ്വഭാവം വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. അതിന് ചെലവ് വരുന്നൊക്കെ ചില ദുഷ്ടലാക്കുകാരൊക്കെ പറയും ചെലവ് വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് ഒരു ജനാധിപത്യത്തിന്റെ ടൂളാണ്. ഒരു പ്രതിഷേധമുണ്ടായി അല്ലെങ്കിൽ ആദിത്യനാഥ് യോഗി തന്നെ BJP-യോട് കലഹിച്ച് വാജ്പേയിയോടും രാജ്നാഥ് സിംഗിനോടും ഒക്കെ കലഹിച്ച് MP സ്ഥാനം രാജിവെച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് എടുക്കാവുന്ന ഒരു വിഷയമാണ് അദ്ദേഹം അൻവർ പറഞ്ഞ വിഷയങ്ങളൊന്നും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അൻവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി അനുവദിക്കില്ല. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. ഈ ചർച്ചയെ മറികടക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊപ്പഗൻഡ നടത്താനായിട്ട്
ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞില്ല. അത് സ്വരാജ് അതുപോലെ തന്നെയാണ് സ്വരാജിന്റെ വൈകാരികമായ ഗാസയോടുള്ള അടുപ്പവും പിന്നെ പഹൽഗാമിൽ കാണിച്ച നിശബ്ദതയും ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെ പരിഹസിച്ചതും. പക്ഷേ ഇതൊന്നും തന്നെ ഇന്ററാക്ട് ചെയ്തില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ നിലമ്പൂർ ജനതയുടെ, നിലമ്പൂർ വോട്ടർമാരുടെ പക്വത എന്ന് പറയുന്നത് അതായിട്ട് എടുക്കണം. അവർ വളരെ പൊളിറ്റിക്കലായിട്ടാണ് ഈ ഇലക്ഷനെ കണ്ടത്. പൊളിറ്റിക്കലായിട്ട് തന്നെ നേരിട്ടല്ല വോട്ട് ചെയ്തു. ഇപ്പോൾ അൻവറിന് 20,000 വോട്ട് അൻവറിന്റെ കുടുംബത്തിന്റെ വ്യക്തിത്വം കൊണ്ടും മറ്റും അവിടെ ലഭിക്കുന്നുണ്ട്. ഇനിയും സ്വരാജിന് വീണ്ടും അടുത്ത 26-ലെ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഈ പറയുന്ന നിലമ്പൂർ സാധ്യത തിരിച്ചു പിടിക്കാൻ ഒക്കുമോ എന്ന് നോക്കാവുന്നതാണ്. യെസ്, എന്തായാലും PV അൻവർ അല്ലെങ്കിൽ സ്വരാജിനൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഇമ്പാക്ട് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. അശോക് സാർ പറഞ്ഞതുപോലെ നിലമ്പൂർ ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു മണ്ഡലമാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു, വിജയിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്തുകൊണ്ടോ കൊട്ടിഘോഷിച്ച് അത്രയും വലിയൊരു വിജയം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ സ്വരാജിന് സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.